ഇതാ നമ്മൾ കാത്തിരുന്ന നമ്മളിപ്പോൾ തുറക്കാൻ പോകുന്നത് ഉമാമീസ് പിക്കിൾ. ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഉമാമീസ് പിക്കിൾ. നമ്മളിപ്പം ഉമാമീസ് പിക്കിൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എനിക്കറിഞ്ഞൂടെ, എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നതാണ് ഗായ്സ്. മറ്റേ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഉമാമീസ് പിക്കിൾസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്തു. കോംബോ ഓഫറിന് കിട്ടിയതാണ്. ഇത് കോംബോ ഓഫറല്ലേ? കോംബോ ഓഫറിന് കിട്ടിയതാണ്. നമുക്ക് പൊട്ടിക്കാം. ജെന്യൂൻ റിവ്യൂ ആയിരിക്കും. ഓക്കെ, ജെന്യൂൻ റിവ്യൂ ആയിരിക്കും. കാര്യം ഇത് ഞാനല്ലല്ലോ, നീയല്ലേ ഇറക്കിയേക്കുന്നത്. എന്തായാലും ജെന്യൂൻ റിവ്യൂ അല്ലേ. ആദ്യമായിട്ടൊരു പാക്കറ്റ് പുറത്തിറക്കി. ഗരം മസാല പൗഡർ. ഇപ്പം അറിയത്തില്ല, പൊട്ടിക്കാനായിരുന്നു. 300 ഗ്രാം. ഗരം അടുത്തത് 300 ഗ്രാം. അല്ല, ഗോൾഡൻ കവറിൽ ഇവിടെ അതിനകത്ത് പടങ്ങളൊക്കെ ഉണ്ട്. ഗോൾഡൻ കവറിൽ കവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാശ്മീരി ചില്ലി പൗഡർ വായിക്കാൻ പറ്റ പാട്. 300 ഗ്രാമാണിത്. ഇത് 300 ഗ്രാമിനാണ് സ്റ്റാർട്ടിങ്. 1 കിലോ 2 കിലോ വരെ കിട്ടും. കൊറിയാണ്ടർ. ഇത്രയും സ്പൈസസ് ആണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇതാ നമ്മൾ കാത്തിരുന്ന പൊട്ടിക്കുക. ഇത് പിക്കിളാണ്, പക്ഷേ സൂപ്പർ കുപ്പിയാണ്. സൂപ്പർ കുപ്പിയാണ്. രസമാണ് കുപ്പിയാണ്. സ്ക്വയർ 4 മാംഗോ, വൈറ്റ് ലെമൺ, ബീഫ്. പൊളിച്ച് നമുക്കിടയ്ക്ക് കറി ഇല്ലെങ്കിൽ കരുതിക്കുന്നുള്ള പരിപാടിയാണ്. നാട്ടിൽ കൊണ്ടുപോകാൻ പാക്ക് ചെയ്ത് ഇത് കണ്ടാൽ പാക്കിങ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് പഠിക്കാം. അങ്ങനെ ആക്കി പാക്ക് ചെയ്ത് എല്ലാം പാക്കിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് സേഫായിട്ട് പാക്ക് ചെയ്യും. ഇതുകൊണ്ടായിട്ടും പ്രശ്നം ഉണ്ടാകത്തില്ല ഇങ്ങനെ പാക്ക് ചെയ്ത്. കുപ്പിയാണത്. ഓക്കെ കൂട്ടുകാരി കുപ്പിയാണ്. കുപ്പി നിറഞ്ഞ തിരിഞ്ഞു. ഇങ്ങനെ നമ്മൾ ലീക്കൊന്നുമില്ല. ലീക്കേജ് അതിനകത്ത് സെപ്പറേറ്റ് ബൈൻഡ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബാൻഡ് വെച്ചിട്ട് കറക്റ്റ് പാക്കിങ് സാധനം പോലെ ഇതിൻ്റെ പാക്കിങ് സെപ്പറേറ്റ്. ഫസ്റ്റ് ഏതാ? ടൂണ പിക്കിൾ. ചപ്പാത്തി ഉണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തി വെച്ച് ടൂണ് വാങ്ങിയിട്ട് ആദ്യം മാംഗോ അല്ല, ഫസ്റ്റ് ഇരുന്ന ടൂണ ആണെങ്കിൽ ടൂണ വേണം. ഫസ്റ്റ് നമുക്ക് മീനിൽ നിന്ന് തുടങ്ങാം. ബിറ്റ് ടേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഏതാണ് ബെറ്റർ എന്ന് പറയാം. എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ടൂണ എന്തായാലും ഇഷ്ടപ്പെട്ടു. 10ൽ എത്ര കൊടുക്കാം? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 10 കൊടുക്കും. കാര്യം
സാധാരണ നമ്മൾ ഉണ്ടാക്കി വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ട്യൂണയ്ക്ക് ഒരുപാട് ഉപ്പും ഭയങ്കര അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതായാലും പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നതായാലും ഉപ്പും കാര്യങ്ങളൊക്കെ ഇത് നോർമലാണ്, നമുക്ക് കഴിക്കാൻ പറ്റും, ഗൾഫുകാർക്ക് പറ്റുന്നൊരു ആഹാരമാണ്. അപ്പോൾ നമ്മൾ ഒരു പിക്കിൾ 2 പിക്കിളെടുത്തു. രണ്ടാമത്തെ പിക്കിളിൻ്റെത് നോക്കാം. സാധാരണ ഞാൻ ഇങ്ങനെ കഴിക്കാറില്ല. അച്ചാറ് കൂട്ടി മാംഗോ, ഇത് മാംഗോയാണ്. മാംഗോയുടെ ഒരു പീസ് എടുക്കുന്നത്. മാംഗോ സൂപ്പറാണെന്ന് പറഞ്ഞാൽ പുളി ഒരു പരുവത്തിന് എന്താ പുളിയുണ്ട് കറക്റ്റ് സാധനം 10. അപ്പം മറ്റേ അച്ചാറിനേക്കാളും മറ്റേ മീനച്ചാറിനേക്കാളും എന്തിൻ്റെയും കൂടെ കഴിക്കാം. ചപ്പാത്തി, ചോറ്, എന്തിൻ്റെ കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചോറ് കഴിക്കും. സൂപ്പർ അച്ചാർ. എന്തായാലും ഇത് എന്നുവെച്ചാൽ ഈ ഗൾഫിൽ ഫാമിലിയായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും എരിയും പുളിയൊക്കെ കുറച്ചുള്ള തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉപ്പും എരിയൊക്കെ ഇച്ചിരി കൂടുതൽ നാട്ടിലെ പോലെ കഴിക്കുമെങ്കിലും പിന്നെ പയ്യെ അത് കുറഞ്ഞു വന്നിട്ട് പൊതുവെ എരി ഉപ്പും കുറവായിരിക്കും ഇവിടെ ഉള്ള ആൾക്കാർ. അപ്പം അവർക്ക് എന്തായാലും ഇത് കറക്റ്റ് ആയിരിക്കും. നാട്ടിലുള്ളവർക്ക് ഇങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്തോരം ടേസ്റ്റ് ഓക്കെ അടിപൊളിയാണ്. 10 തന്നെ. എന്നുവെച്ചാൽ ഈ മീനച്ചാറാണെങ്കിലും 10. കാരണം മീനച്ചാറിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇവിടെ എരിയും പുളിയൊക്കെ കൂടുതൽ വേണ്ടവർക്ക് എനിക്കറിയില്ല, എന്നാലും ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ അച്ചാർ വൈറ്റ് ലെമൺ ആണ് നമ്മൾ വാങ്ങിച്ചത്. നമുക്ക് ഏതെങ്കിലും കോംബോ ആയിട്ട് എടുക്കാം. വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. വൈറ്റ് ലെമൺ എന്ന് വെച്ചാൽ ചുമന്ന കളറല്ല, പച്ചമുളക് ഉണ്ടാക്കുന്നു, മുളക് പൊടി ഇടാതെ. എന്തോ വൈറ്റ് ലെമൺ പിക്കിൾ നമ്മൾ കഴിച്ചിട്ടുണ്ടോ? നമുക്ക് കോംബോ ഓഫർ ഉണ്ട്. ഡേറ്റ്സ് ഉണ്ട് അവരുടെ, നെല്ലിക്ക ഉണ്ട്. നമുക്ക് ഏതെങ്കിലും കോംബോ ആയിട്ട് എടുക്കാം. ഡേറ്റ്സും പിന്നെ നെക്സ്റ്റ് ടൈം നോക്കാം. നെക്സ്റ്റ് ടൈം വേറെ കോംബോ ആയിട്ടിരിക്കും. നല്ല മണോ? എനിക്ക് അധികം ഓയിലി ആയിട്ട് തോന്നുന്നില്ല. ഇല്ലേ? ഓയിലി ആയിട്ട് തോന്നുന്നില്ലല്ലോ. സാധാരണ നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര കുറവാണ് ഓയിൽ. അതിൽ കുറവാണ്, അത്രയും കാണുന്നില്ല. അകത്ത് ഓയിൽ അധികം കാണുന്നില്ലല്ലോ, ചെറിയ ക്വാണ്ടിറ്റി ഓയിലേ ഉള്ളൂ. അതിലും ചെറിയ ക്വാണ്ടിറ്റി. സാധാരണ നമ്മൾ തുറക്കുമ്പോഴത്തേനും ഭയങ്കര. അതൊന്ന് കാണിച്ചു, എൻ്റെ ഇന്നർ ഓപ്പൺ ചെയ്തത് കാണിച്ചു. അല്ലല്ല, അച്ചാറുകൾ തുറന്ന് കാണിച്ച്, ബോട്ടിൽ കാണിച്ച് ഓപ്പൺ ചെയ്ത്. ഇപ്പം ലെമണിൻ്റെ ഇങ്ങനെയാണ് അച്ചാർ മുന്നിൽ. നെക്സ്റ്റ് മാംഗോ കാണിച്ചു. ഓയിൽ ഓവർ ആയിട്ട് ഓയിൽ ഇല്ല, ഇത് കുറവാണ്. സാധാരണ നമ്മൾ അച്ചാർ തുറക്കുമ്പോഴേക്കും ഓയിൽ തുളുമ്പി നീക്കും. പക്ഷേ ഇതിനങ്ങനെ പ്രശ്നമില്ല. ഞാൻ അത് നോക്കട്ടെ. മീനില്ലേ ഇതിനകത്ത് കുറച്ച് ഫിഷിനകത്ത് ഇച്ചിരി ഓയിൽ കാണുന്നുണ്ട്. എന്നാൽ പോലും മൊത്തത്തിൽ ആ ബോട്ടിൽ ഫുള്ളായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഓയിൽ കുറവാണ്. ഇതെല്ലാം ഞാൻ 100 ഗ്രാം വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. ഇതെല്ലാം 100. ഈ 4 ബോട്ടിലും 100 ഗ്രാമാണ്. അതിൽ കൂടുതലുള്ളത് കിട്ടും. 100 ഉണ്ട്, 200 ഉണ്ട്, 300 ഉണ്ട്, 1 കിലോ വരെ ഉണ്ട്. ഇപ്പം നമുക്ക് ആവശ്യം ഒരുപാട് വാങ്ങിച്ച് ഇഷ്ടപ്പെട്ട് ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വാങ്ങിയാൽ മതി. നമുക്ക് ഒരുപാട് അച്ചാറെടുക്കുന്നില്ല, കുറച്ച് അച്ചാറെടുക്കും. നമുക്ക് ലെമൺ, വൈറ്റ് ലെമൺ ചപ്പാത്തി. എക്സ്പ്രഷൻ
ഇത് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ, ഇത് വാങ്ങിച്ചു നോക്ക്, ഇല്ല ഇപ്പോൾ അച്ചാർ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാമല്ലോ. എനിക്ക് പൊതുവേ നാരങ്ങ അച്ചാർ ഇഷ്ടമല്ല. നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ സാധനം കിട്ടും നമുക്ക്. ഇപ്പം ഞാൻ 2 ദിവസം മുമ്പ് ഓർഡർ ചെയ്തു, ഞാൻ സാധനം വന്നു. ഇപ്പം സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഇന്നാണ് 2 ദിവസം കൂടി ഇരുന്നിക്ക് പൊട്ടിക്കാതെ. എന്തായാലും നാരങ്ങ അവിടെ നിൽക്കട്ടെ. നാരങ്ങ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. ഇതെങ്ങനെയുണ്ട്? ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കും, നാരങ്ങ കിട്ടിയാൽ കഴിക്കും. പക്ഷെ എനിക്ക് നാരങ്ങ ഒരുപാട് പിക്കിൾ കഴിക്കുന്നതിനോട് എനിക്ക് ഒരുപാട് താല്പര്യമില്ല. ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാം. ഞാൻ ഇതുകൂടെ കഴിയട്ടെ. ബീഫ് പിന്നെ അറിയില്ല. ബീഫിൻ്റെ നമ്മൾ ബീഫ് പലതരത്തിൽ കഴിച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് കൂടുതലും കഴിച്ചിരിക്കുന്നത്. വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. പിക്കിള് അങ്ങനെ ഞങ്ങളുടെ സൈഡിലോട്ട് അധികം ഉണ്ടാക്കത്തില്ല. ബീഫ് കുറവാണ്, പിക്കിൾ ഉണ്ടാക്കുന്നത് കുറവാണ്. വേറെ ഒക്കെയാണ് ബീഫ് അല്ലേ? ബീഫ് പിക്കിള്. ബീഫിന്റെ മണം പൊളിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ടേസ്റ്റ് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ, അപ്പോൾ അവർക്ക് വാങ്ങിക്കാൻ. ഫാസ്റ്റ് ഡെലിവറി കേട്ടോ, 2 ദിവസത്തിനുള്ളിൽ സാധനം വരും. കാരണം ഇത് UAE തന്നെയാണ് അവർ ചെയ്യുന്നത്. കുളിച്ച് ബീഫും പക്ഷെ നമുക്ക് ഇത് ബീഫ് അച്ചാറിൻ്റെ ഒരു ഫീലല്ല ഇതിലെ. ഈ ബീഫ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കഴിയും. ബീഫ് ഒരുപാട് കഴിയും. ഈ അച്ചാർ തീർക്കും. തീരുവോ അച്ചാറ്? ഈ അച്ചാറൊക്കെ വരുമ്പോഴത്തേക്കിനും കുറച്ച് പുളിയാവാമെന്ന് തോന്നി. ഇത് വാങ്ങിച്ചാൽ എന്ത് സാധനം സൂപ്പറാണ്. ടേസ്റ്റ് കാരണം കഴിച്ചു വെച്ചാൽ തീർക്കും. നാരങ്ങയുടെ റേറ്റിംഗ് പറഞ്ഞില്ല 10. ഈ നാരങ്ങയുടെ റേറ്റിംഗ് 10 എത്ര? നാരങ്ങ, മാങ്ങ, ടൂണ, ബീഫ്. ലൈറ്റായിട്ട് അച്ചാർ ഫീല് വരുന്നുള്ളൂ കേട്ടോ. ബീഫ് ഇത്തിരി ഉപ്പ് ഇല്ല, ഉപ്പും പുളിയൊന്നും അധികമില്ല. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കണ്ടവനം കഴിക്കാൻ സാധിക്കും. എന്നാൽ ഉണ്ട്, പുളിയും ഇതൊക്കെ ഉണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ കുറവായിട്ട് ഫീൽ ചെയ്യുന്നു. നാരങ്ങയുടെ റേറ്റിംഗ് പറ. ബീഫിന് 10ൽ 10. അതെന്താണെന്നറിയോ, ബീഫ് നമ്മൾ ഉമ്മാമിയാണോ ഉമ്മാസാണോ? ഉമ്മാസ് പിക്കിൾ. സോറി ഗൈസ്, ഉമ്മാസ് പിക്കിൾ എനിക്ക് പറഞ്ഞു തന്നതാ, എൻ്റെ കുറ്റമല്ല. ഞാൻ ഈ സാധനം തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ പേരും ഇതെൻ്റെ ഭാര്യയുടെ പരിപാടിയാണ്. ഇത് അവരുടെ വീട്ടിലാണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. എന്നെ ഇതിനകത്ത് കൊണ്ടിട്ടതാണ്. നാരങ്ങയുടെ റേറ്റിംഗ് പറഞ്ഞില്ല. പിന്നെയും കൂടെ കഴിച്ചു നോക്കട്ടെ. കുപ്പിയുടെ ഭംഗി എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ നൈസ്. നാരങ്ങ 10ൽ 10. ഞാൻ പറഞ്ഞല്ലോ, നാരങ്ങ എനിക്ക് പൊതുവെ നാരങ്ങ അച്ചാറിനോട് ചെറുപ്പം താല്പര്യക്കുറവുള്ളതാണ്. ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കും. ചോറിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കാൻ എനിക്ക് മാങ്ങ അച്ചാറായിരിക്കും കൂടുതൽ ഇഷ്ടമുള്ളത്. മാങ്ങ എന്തായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങയാണ്. മേ ബി എനിക്ക് മാങ്ങ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം. ബീഫ് അച്ചാർ ടേസ്റ്റ് അതുപോലെ ഉണ്ട്. ബീഫിൻ്റെ ടേസ്റ്റ് അങ്ങനെ കിട്ടുന്നുണ്ട്. ഫിഷിനാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് അതുപോലെ കിട്ടുന്നുണ്ട്. മാങ്ങ അച്ചാറാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് മാങ്ങ. എനിക്ക് ഏറ്റവും നല്ലത് ബീഫും മാങ്ങയും. പക്ഷേ
അപ്പോൾ നിങ്ങൾ ധൈര്യമായി വാങ്ങിച്ചോളൂ. ഇത് ധൈര്യമായിട്ട് വാങ്ങിച്ചോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കള്ളുടിയന്മാർക്കുള്ള എഫക്റ്റ് ഇല്ല കേട്ടോ. കള്ളുടിയന്മാർക്ക് ചിലപ്പം കുറച്ച് കൂടിയും എരിയും അങ്ങനത്തെ അതില്ല. നമുക്ക് സാധാരണ കറി മറ്റേ കറി പോലെ കഴിക്കാം. കറി പോലെ ഇത് നമുക്ക് കറിയായിട്ട് ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല. ചോറിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു ഇന്നത്തെ നോക്കാനും ചോറിൻ്റെ കൂടെ അതിൻ്റെ ഒരു നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഇട്ടിട്ടാണല്ലോ നമ്മൾ കൂടുതൽ ചോറ് കഴിക്കുന്നത്. അച്ചാർ മാത്രം ഉപയോഗിച്ച് കഴിക്കാൻ സൂപ്പറായിരിക്കും. ഇത് ബീഫാണെങ്കിൽ ശരി തന്നെ, ഇത് മീനാണെങ്കിൽ ശരി തന്നെ. അങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടെ പുളി എടുത്ത് നിൽക്കുന്നത് മാങ്ങ പിന്നെ പുളി ഉണ്ടല്ലോ. പക്ഷേ എരിയും അങ്ങനെ അധികമില്ല. ഇത് ഇതുപോലെ ഇതും ക്വാണ്ടിറ്റി കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് വലുത് വാങ്ങിച്ച് ഒരുപാട് കണ്ടവന് യൂസ് ചെയ്യുന്നവർക്ക് 1 കിലോ വരെ കിട്ടും. 1 കിലോ നമുക്കിപ്പം അധികം കണ്ടവന് യൂസ് വരുന്നില്ല. പക്ഷെ ഇതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ അറിയാൻ എന്തോരം തീർക്കും എന്നുള്ള കാര്യം. എത്ര പെട്ടെന്ന് തീരുമോ പെട്ടെന്ന് തീരും. എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും പെട്ടെന്ന് തീരും. ടേസ്റ്റ് കണ്ടിട്ട് നമ്മുടെ ടേസ്റ്റിന് പറ്റിയ ആയതുകൊണ്ട് അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ. അപ്പോൾ ധൈര്യമായി വാങ്ങിച്ചോളൂ. കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ കമൻ്റ് ഇടുക. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തേക്കാം. കോൺടാക്ട് യെസ് കമൻ്റ് ഇട്ടാൽ മതി, അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ടാറ്റാ, ബൈ.